നമസ്കാരം. ETM ഇടത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായ 4-ാം ദിവസവും ഇന്ത്യൻ വിപണി നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഓരോ സൂചികളൊക്കെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റും പ്രകടമായിരുന്നു. ഫാർമ ഒഴികെയുള്ള സെക്ടറുകളൊക്കെ ഇന്നൊരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 25,000 നിലവാരത്തിന് തൊട്ടടുത്താണ് ക്ലോസ് ചെയ്തത്. വിപണി ബുള്ളുകളുടെ കൈപ്പിടിയിലായോ? വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ? നിഫ്റ്റിയിൽ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ? ഇത്രയും ഘടകങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പം ആദ്യം വിപണിയുടെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായ 4-ാം ദിവസവുമാണ് ഇന്ത്യൻ വിപണി നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 25,000 നിലവാരം മറികടക്കാൻ ശ്രമിച്ചു. ഹെവി വെയിറ്റ് ഇൻഡെക്സ് ഓഹരികളിൽ നിന്നും ഫാർമ സെക്ടർ ഒഴികെയുള്ള ബ്രോഡർ മാർക്കറ്റിൽ നിന്നും ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്നത്തെ ഒരു രണ്ടാം ഘട്ടത്തിൽ നേരിട്ട ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം 25,000-ന് തൊട്ട് താഴെ ആണ് നിഫ്റ്റിക്ക് ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രം. അപ്പം ഇന്നത്തെ ചൊവ്വാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് BSE മുഖ്യ സൂചിക സെൻസെക്സ് 371 പോയിന്റ് അല്ലെങ്കിൽ 0.46% വർധനയോടെ 81,644 നിലവാരത്തിലും, NSE മുഖ്യ സൂചിക നിഫ്റ്റി 104 പോയിന്റ് അല്ലെങ്കിൽ 0.42% വർധനയോടെ 24,981 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ആയിട്ട് 130 പോയിന്റ് വർധന. HDFC ബാങ്കിൻ്റെ ഒരു അണ്ടർ പെർഫോമൻസ് ആണ് ഒരു പ്രശ്നം പറ്റിയത്. ബാങ്ക് നിഫ്റ്റി 130 പോയിന്റ് വർധന അല്ലെങ്കിൽ 0.4% വർധനയോടെ 57,865 ക്ലോസിംഗ് രേഖപ്പെടുത്തി. അപ്പം നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സ്, അദാനി പോർട്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഹീറോ മോട്ടോ കോർപ്പ്, ബജാജ് ഓട്ടോയൊക്കെ മികച്ച പ്രകടനം രേഖപ്പെടുത്തി. ഇന്നത്തെ ഒരു നേട്ടത്തിലേക്ക് ഒരു റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പങ്കും വലുതാണ്. ഇനി നിഫ്റ്റി ഓവറുകളുടെ കൂട്ടത്തിൽ നോക്കും ഡോക്ടർ റെഡ്ഡീസ് ലാബ്, സിപ്ല, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ബജാജ് ഫിൻസർവ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് നഷ്ടം രേഖപ്പെടുത്തിയത്. ഇനി ബ്രോഡർ മാർക്കറ്റിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ പൊതുവെ പോസിറ്റീവായിരുന്നു തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. NSEയിൽ നിന്നും 3078 ഓഹരികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ 2049 ഓഹരികളും നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തു. 938 ഓഹരികൾ മാത്രമാണ് നഷ്ടം രേഖപ്പെടുത്തിയത്. അൺചേഞ്ച്ഡായിട്ട് 91 ഓഹരികളുമുണ്ട്. മാറ്റമൊന്നും രേഖപ്പെടുത്താനാകാതെ 91 ഓഹരികളും ക്ലോസിംഗ് രേഖപ്പെടുത്തി. അപ്പോൾ അതായത് നഷ്ടം രേഖപ്പെടുത്തിയതിൻ്റെ ഇരട്ടിയിലധികം ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോഴും ഒരു സിഗ്നിഫിക്കൻ്റ്ലി ബുൾസിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു പിക്ചറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അല്ലെങ്കിൽ ഒരു ബ്രോഡ് മാർക്കറ്റിൻ്റെ നോക്കുമ്പോൾ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമിസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം ഇതൊരു ലക്ഷണമാണ് നമുക്ക് കാണാനാകുന്നതെന്ന് ചുരുക്കം. ഇതിനിടയിൽ 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് 77 ഓഹരികൾ എത്തിച്ചേർന്നപ്പോൾ 52 വീക്ക് ലോ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് 40 ഓഹരികളും ഇന്നത്തെ വ്യാപാരത്തിനിടെ വീണിട്ടുണ്ട്. അപ്പർ സർക്യൂട്ടിൽ 118 ഓഹരികൾ ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ലോവർ സർക്യൂട്ടിൽ 54 ഓഹരികളാണ് രേഖപ്പെടുത്തിയത്. ഇനി ഒരു ബ്രോഡറായിട്ട് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് 100 സൂചിക 0.4% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മിഡ് ക്യാപ് 100 സൂചിക നിഫ്റ്റിയുടെ മിഡ് ക്യാപ് 100 സൂചികയായിട്ട് 1% പോകുന്ന നേട്ടം രേഖപ്പെടുത്തി. ഇനി NSEയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡീസസുകളായ നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500 സൂചികളാകട്ടെ 0.5% നേട്ടത്തിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫിയർ ഗേജ് അല്ലെങ്കിൽ വിപണിയിൽ സമീപഭാവിയിലേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ചാഞ്ചാട്ടത്തിൻ്റെ തോത് ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സ് എന്നൊരു 4.5% ഇടിച്ച് 11.79 നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സെക്ടർ വൈസ് നോക്കുമ്പോൾ നിഫ്റ്റി ഫാർമയാണ് ഒരു 0.4%-ലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹെൽത്ത് കെയർ പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ഇത് രണ്ടും മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ NSEയുടെ എല്ലാ സെക്ടറുകളിൽ നിന്നും നല്ല നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി FMCG, മീഡിയ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ 1%-ലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി PSE ബാങ്ക് സൂചികയായിട്ട് 1%-ഓളം പോകുന്നൊരു നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയാകട്ടെ 0.5%-ലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ക്യാഷ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർ 550 കോടിയുടെ ഒരു ബൈങ് ക്യാഷ് സെഗ്മെൻറ്റ് മൊത്തം നോക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറുവശത്ത് അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 4,100 കോടിയുടെ ഒരു ബൈ ക്യാഷ് സെഗ്മെൻറ്റിൽ അത്രയും 4,100 കോടിയുടെ ഓഹരികളുടെ മൂല്യം നെറ്റ് ബൈങ് നടത്തിയായിട്ട് നമുക്ക് കാണാനാകും. ഇനി വിപണിയിൽ ഇനി എന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനുള്ളിൽ നോക്കുമ്പോൾ നേട്ടത്തിൽ തന്നെ നിഫ്റ്റി ക്ലോസ് ചെയ്തു. നിഫ്റ്റി 104 പോയിന്റ് ഒരു വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം നിഫ്റ്റി സൂചിക ഒരു തൊട്ടടുത്ത ഒരു സപ്പോർട്ട് നിലവാരം അതായത് 24,875 പരീക്ഷിച്ചു. അതിൽ നിന്നും പിന്തുണ ആർജിച്ച് ശക്തമായി ബൗൺസ് ബാക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായത്. അപ്പോൾ നോക്കുമ്പോൾ നിഫ്റ്റി 24,981 ക്ലോസിംഗ് രേഖപ്പെടുത്തി. ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാം. ഇൻട്രാഡേ ചാർട്ടിലും ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ഫോർമേഷൻ തുടർച്ചയായ 4 ദിവസമായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ഫോർമേഷൻ പ്രകടമാണ്. ഇനി ഷോർട്ട് ടൈം ലോങ് ടൈം മൂവിങ് ആവറേജുകൾ നോക്കുമ്പോൾ നിഫ്റ്റി അതിൻ്റെ മുകളിൽ 2
ഷോർട്ട് ടൈമിൻ്റെയും അല്ലെങ്കിൽ ലോങ് ടൈം മൂവിങ് ആവറേജുകളുടെ മുകളിൽ കംഫർട്ടബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന നമുക്ക് കാണാം. അതൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒരു സസ്റ്റൈഡ് ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒരു സൂചന തന്നെയാണത്. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മൊമെൻ്റ് ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ 14-day RSI നോക്കുമ്പോൾ റൈസിങ് ട്രാജക്ടറിയാണ് കാണുന്നത്. മാത്രവുമല്ല 9-day ആവറേജിന് മുകളിലായിട്ടാണ് സസ്റ്റെയിൻ ചെയ്യുന്നതും. അപ്പോൾ അതൊരു പോസിറ്റീവ് മൊമെൻറ്റത്തിന് ഒന്നുകൂടെ അടിവരയിടുന്ന ഘടകം തന്നെയാണ്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ വെച്ച് നമുക്ക് നോക്കുമ്പോൾ നിയർ ടൈമിലേക്ക് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് പോസിറ്റീവ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ മുന്നോട്ട് കുതിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിഫ്റ്റി ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ 24,875 മുകളിൽ നിഫ്റ്റി തുടരുന്നിടത്തോളം ഒരു നിഫ്റ്റിയിൽ മുന്നേറ്റത്തിനുള്ള ശ്രമം നടക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട തൊട്ടടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 27,950, 25,250 അതായത് 24,875 മുകളിൽ നിഫ്റ്റിക്ക് നാളെ തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 27,950, 25,250 വരെയുള്ള നിലവാരങ്ങളാണ് തൊട്ട് മുന്നിൽ ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാനുള്ളത്. ഇനി മറുവശത്താണെങ്കിൽ 24,875 താഴേക്ക് വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു അപ് ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു പരീക്ഷണം നേരിടുകയാണെന്ന് പറയാം. ഒരു നിർണായകമായ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,880, 24,850 സോണാണ് ഒരു നിർണായകമായ സപ്പോർട്ട്. അപ്പോൾ 24,880, 24,850 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ലോങ് പൊസിഷൻസ് ഉള്ളവർ എക്സിറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അവിടെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോങ് പൊസിഷൻസ് ഉള്ളവർ എക്സിറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടം ആണ് വന്നിരിക്കുന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ നാളെ 24,875 നിർണായകം. അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യത കാണുന്നു. ഇത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇവർക്ക് നാളെ നല്ല ദിനമാകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.